ലോകം പല സ്ഥലത്തും ഞാൻ ട്രാവൽ ചെയ്യുമ്പം എൻ്റെ കണ്ണ് പല സ്ഥലത്തും സ്റ്റക്ക് ആവുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്നൊരു നല്ലൊരു സ്ട്രക്ചർ കാണുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു കാറ് കാണുമ്പോൾ ഞാൻ അവിടെ നിൽക്കും, അവിടെ ഫ്രീസായി പോകും. ബിക്കോസ് ജോ took me, ഞങ്ങൾ ആക്ച്വലി we walked around the whole structure, and the most beautiful part about this place is I think they tried to blend a lot of Japanese and a lot of basic കേരളത്തിലുള്ള ചില നമ്മുടെ കൾച്ചർ, ആർട്ട്, ഇത് രണ്ടും. അത് ഇപ്പം അവിടെ ഒരു പെയിൻറ്റിംഗ് ഉണ്ട് സ്റ്റെപ്സ് കയറുമ്പോൾ. ജാപ്പനീസ് ഇൻ കേരള നമ്മുടെ കൾച്ചറലായിട്ടുള്ള കുറേ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സിൻ്റെ ഇടയിൽ രണ്ട് സ്ട്രക്ചറുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ പഴയ തറവാടുകൾ, ക്ഷേത്രങ്ങൾ ഒക്കെ ഉണ്ടാവുന്നൊരു മേൽക്കൂരയുണ്ട്. ആ മേൽക്കൂരയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡ് തന്നെ ജാപ്പനീസ് ടെമ്പിൾ ആൻഡ് ഓൾഡ് സ്ട്രക്ചേഴ്സ് ഓൾസോ ഹാസ് ഗോട്ട് എ സിമിലർ തിങ്സ്. സോ ദേ ബ്ലെൻഡ് ദാറ്റ് ബ്യൂട്ടിഫുള്ളി. സോ ഞാൻ പറയണേ, അത്ര ഒരു പെയിൻറ്റിങ്ങിൽ ആ ഡീറ്റെയിലിംഗ് ഉണ്ടെങ്കിൽ ഇവിടെ ആരൊക്കെയോ എന്തൊക്കെയോ ഡീറ്റെയിലിംഗ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുന്നു. സ്ലൈഡിംഗ് ഡോർ, ലൈക്ക് ടിപ്പിക്കൽ ജാപ്പനീസ് പേപ്പർ സ്ലൈഡിംഗ് ഡോർസ് ടു. But at the same time, it's so very well blending with our kind of weather conditions and all that. അതൊന്ന്. രണ്ട്, ഞാൻ നേരത്തെ ജോ എടുത്ത് പറഞ്ഞൊരു കാര്യം, ഇപ്പം നമ്മളൊരു വണ്ടി വാങ്ങിക്കാൻ തീരുമാനിച്ചാൽ with your friend or with your family when you come to a place, that experience of before the purchase is also very important. അതിന് നല്ലൊരു ആംബിയൻസ് ഉണ്ടാവണം, അതിന് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് ആദ്യം തുടങ്ങുന്ന നമ്മളിരിക്കുന്ന സ്പേസിലാണ്. പിന്നെ ഈ പറയുന്ന ജോ പോലത്തെ ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ വണ്ടി വാങ്ങിക്കുക എന്ന് പറയുന്നതിന് മുമ്പിലുള്ള കുറേ പ്രോസസ്സ് നമ്മളിന്നും ഓർമ്മ നിൽക്കും. ആ പ്രോസസ്സ് ബോറായാൽ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവും. ഐ തിങ്ക് ദേ ഡിഡ് ഇറ്റ് വെരി വെൽ. ഞാൻ ഇനി ഇവിടെ വന്നിട്ടൊരു വണ്ടി വാങ്ങിക്കുമ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം.